നമ്മളിത് ഇന്നൊരു ബീച്ച് വ്ളോഗുമായിട്ടാണ് എത്തിയത്. ഇവിടെ ഇന്ന് ഓഫായപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്കൊന്ന് ബീച്ച് പോകാം. സമ്മർ ഇസ് ബാക്ക് ഇൻ പാരഡൈസ്. അപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു കുളത്തിൽ പോയി കിടന്നാലോ അല്ലെങ്കിൽ ഇത് ആറ്റിൽ പോയി കുളിച്ചാലോ എന്നൊക്കെ തോന്നും. അതാണ് ഇവിടെ കുളവും മാറും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങളുള്ള ബീച്ച്, അതും ആർട്ടിഫിഷ്യൽ ബീച്ചാണ്, നമ്മുടെ നാട്ടിലെ ബീച്ച് പോലെയൊന്നുമല്ല. അപ്പോൾ ആ ബീച്ചിൽ പോയി ഒന്ന് ചിൽ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ബീച്ചിലത്തേക്ക് ആണ് ഈ പോകുന്നത്. പക്ഷെ കണ്ടോ, ബീച്ചിലോട്ട് പോകാനുള്ള സാധനങ്ങൾ ആ കവറോടൊക്കെ വരാം. ഞങ്ങള് യുദ്ധം നടന്നിട്ട് നമ്മൾ വീടൊക്കെ ഒഴിഞ്ഞു പോകുന്ന കണക്കാണ് ബീച്ചിലോട്ട് പോകുന്നത്. പിന്നെ മെയിൻ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹാറ്റും ഈ ഒരു ഗ്ലാസ്സും. കാരണം വെയിലെന്ന് പറഞ്ഞ അമ്മാതിരി വെയിലാണ്, കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. സോ സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ഈ ഹാറ്റ് എടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബീച്ചിൽ പോയിട്ട് ബാക്കി കാണാം. ഹാപ്പിനെസ് ഓവർലോഡാണ്. കാരണം ഒരുപാട് നാൾ, എനിക്ക് തോന്നുന്നു ഒരു 1 year ആവാറായി കാണും ഞങ്ങൾ ബീച്ചിൽ പോയിട്ട്. ലാസ്റ്റ് സമ്മർ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ പോയതാണ്. പിന്നെ വിൻ്റർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൻ്റെ ഭാഗത്തോട്ട് ചിന്തിക്കേ വേണ്ട, ഇവിടെ പുറത്തിറങ്ങാനേ തണുപ്പായിരിക്കും. അപ്പോൾ പിന്നെ കടലിൽ പോയി കുളിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമേ ഇല്ല. അപ്പോൾ കുറച്ച് നാളിന് ശേഷം പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും എല്ലാം എല്ലാവർക്കും ഉണ്ട്. ബീച്ചിലെത്തിയപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. പറഞ്ഞില്ലേ ഫ്രൈഡേ ഇവിടെ ലീവായത് കാരണം എല്ലാവരും ഇല്ല, കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. കുറച്ച് ഗെയിംസ് കളിക്കുന്നുണ്ട്, അവിടെ കുറച്ച് ഒരു റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് ഹോഴ്സിനൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഹോഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോഴ്സ് റൈഡിങ്ങോ അല്ല, ഇവിടെ നമ്മൾ കാശ് കൊടുത്താൽ ചിലപ്പോൾ ഇവരിതിൽ കയറ്റുമായിരിക്കും. കാരണം ഒരു 3-4 എണ്ണം ഉണ്ട്. ഹോഴ്സിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതിയത് ഹോഴ്സ് റൈഡിങ് ആയിരിക്കും, കാശ് കൊടുത്ത് റൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അല്ല, തെറ്റിപ്പോയിരിക്കണം. എനിക്ക് അവർ കുളിപ്പിക്കാനാണ് കൊണ്ടുവന്നത്. ഈ കുതിര കുളിച്ച വെള്ളത്തിലാണ് ഞങ്ങളും കുളിക്കാൻ പോകുന്നത്, ഈ ആളുകളും കുളിക്കുന്നത്. ഈ കാറ്റ് ഒരു അനുസരണം ഇല്ലാത്ത മുടിയാന്നേ. ഓക്കെ, അങ്ങോട്ടിരുത്തുമ്പോൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ടിരുത്തുമ്പോൾ അങ്ങോട്ട് പോകും. എൻ്റെ മുഖം ഒന്ന് കാണിക്കട്ടടാ. ഒരുപാട് നാളുകൂടി കടൽ കാണാൻ വന്നതിനേക്കാളും സന്തോഷം തന്നൊരു മൊമെൻ്റാണ് കേട്ടോ ഇത്. ഫ്ലാറ്റിൻ്റെ ചുരുങ്ങിയ സ്ഥലത്തിരുന്ന് കുട്ടികളോടൊപ്പം കളിക്കുന്നതിനേക്കാളും ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് തോന്നുന്നു അവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പാർട്ട് ഇതായിരിക്കും ചിലപ്പോൾ. കുറച്ചധികം സമയം മക്കളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതിലുപരി ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാൻ സഹായിക്കും. കുറച്ച് സമയം അവരോടൊപ്പം കളിക്കുക, അവരിലൊരാളായി മാറുന്നത് വഴി അവർക്ക് നമ്മളോടുള്ള ഇൻറ്റിമൻസി കൂടുകയും എൻ്റെ പാരൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടുകയൊക്കെ ചെയ്യും. പിന്നെ ഈ മണ്ണ് വാരി കളിക്കാൻ കൂടിയപ്പോൾ കുറച്ച് നെസ്റ്റ് അടിച്ചു കേട്ടോ. പണ്ട് നമ്മൾ ചിരട്ടയിൽ മണ്ണ് വാരി കളിക്കുകയും ചിരട്ടപ്പുട്ടുണ്ടാക്കി കളിക്കുന്നതൊക്കെ ഓർമ്മ വന്നു. ഏട്ടനാണെങ്കിൽ ഇതേൻ്റെ അവർക്കൊരു സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. മോളിതേ ബീച്ചിൽ നിന്ന് വെള്ളമൊക്കെ കോരിക്കൊണ്ട് വന്ന് അതിലോട്ട് ഒഴിച്ച് അവരുടെ ഒരു പൂളി തന്നെ അവരവിടെ റെഡിയാക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ. കാരണം ഇതാ ബീച്ച് ആസ്വദിക്കുന്നതാണോ ഹോഴ്സ് റൈഡ് കാണുന്നതാണോ എന്താണെന്നറിയില്ല. ആൾക്ക് മണ്ണിൽ കളിക്കണോ വെള്ളത്തിൽ ഇറങ്ങണോ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക.
ഇനി ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവാം. പരിപാടികളെല്ലാം കഴിഞ്ഞു. ബീച്ച് ഡേ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ബീച്ച് എൻജോയ് ചെയ്തോ? ഇഷ്ടമായോ? ഫോണ് കൊണ്ട് ഇറങ്ങാനുള്ളൊരു വഴിയില്ലാത്തൊരു കാരണം വെള്ളത്തിലിറങ്ങിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തില്ല. വെള്ളത്തിലിറങ്ങിയത് ഫോണ് വണ്ടിയിലാണ് വെച്ചത്. ഇഷ്ടമായോ? ബീച്ച് ഇഷ്ടപ്പെട്ടോ? ബീച്ച് ഡേ അത് വെള്ളത്തിൽ നിന്നപ്പോൾ ചൂടായിരുന്നു, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു വാക്ക് പോയി ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. ഓക്കെ, ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.